കണ്ണാടിക്കയ്യിൽ. ഒരു സമയത്ത് ഉണ്ണിച്ചേട്ടാ ഇതായിരുന്നു എല്ലാ ഗാനമേളയിലും പാടുക. ഫീമെയിൽ സോളോ ഉണ്ടെങ്കിൽ ഈ പാട്ടായിരിക്കും. ഇതായിരിക്കും സകല ഗാനമേളക്കാരും, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ആ സമയങ്ങളിലൊക്കെ ഞാനും ഒരുപാട് ഗാനമേളകൾ പാടിയിരുന്നേ പറയാൻ പറ്റൂ. അത് കേൾക്കുമ്പോൾ പറയും ഗംഭീരമായിട്ട് പാടിയെന്നൊന്നും വിചാരിക്കണ്ട, എങ്ങനെയൊക്കെ ഒപ്പിക്കായിരുന്നു ആ സമയത്ത്. പാടിയിരുന്നത് പാട്ടുകാരനാവാൻ വേണ്ടിയായിരുന്നോ അതോ കമ്പോസർ ആവാൻ വേണ്ടിയിട്ടായിരുന്നോ? പാട്ടുകാരനാവാൻ വേണ്ടിയിട്ടായിരുന്നു. ആണോ? പിന്നെ ട്രാക്ക് മാറിയത് എന്താ? MBS സാറാണ്. ഓ, MBS സാറ് കമ്പോസ് ചെയ്യുന്ന ഒരു പുതിയ ലോകം കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും പാട്ടുകാരനല്ല ആവേണ്ടത്, കമ്പോസർ ആവണം. മാത്രമല്ല ഒരു പാട്ടുകാരനായിട്ട് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഐ വാസ് മോർ ഓഫ് എ ക്ലാസിക്കൽ വോക്കലിസ്റ്റ്. ഓക്കെ. അപ്പോൾ അതിൽ എനിക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ദേവരായ മാസ്റ്റർ പറയും നീ സിനിമയിൽ പോകണ്ട, നീ അത് ചെയ്യ്, നീ ട്രാക്ക് തെറ്റി സഞ്ചരിക്കുന്ന ട്രെയിനാണെന്ന് പറയും. പക്ഷെ വൺസ് ഞാൻ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത് തന്നെയാണ്, ഞാൻ അതിൽ പിടിച്ചു നിൽക്കും എന്ന് മാസ്റ്ററിന് തോന്നിയപ്പോൾ മാസ്റ്റർ അത് വളരെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. മാസ്റ്ററുടെ എൻ്റെ പൊന്നുതമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് കണ്ടക്ടറാക്കി. അപ്പോൾ ആദ്യത്തെ കമ്പോസിഷൻ എന്തായിരുന്നു? ഏറ്റവും ആദ്യം കമ്പോസ് ചെയ്ത ആദ്യം കമ്പോസ് ചെയ്ത പാട്ടെന്ന് പറയുന്നത് വയലാർ സാറിൻ്റെ ഒരു പുസ്തകം വീട്ടിലുണ്ടായിരുന്നു. അതിൽ കുറേ കവിതകളാണ്, വയലാർ കവിതകൾ. അപ്പോൾ അതിൽ താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണു താമസിക്കുന്നതീ നാട്ടിൽ. ഇത് എനിക്ക് ഒരു 13 വയസ്സൊക്കെ ഉള്ളപ്പോൾ റെക്കോർഡ് ചെയ്തോ? നമ്മുടെ ടെന്നിസേട്ടൻ്റെ ഒരു ഓലപ്പുര സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ പോയി റെക്കോർഡ് ചെയ്തു. അപ്പോൾ അമ്മ 300 രൂപ തന്നു. അപ്പോഴത്തേക്ക് അന്ന് ഉള്ള ജോസേട്ടൻ്റെ അടുത്തൊക്കെ കാല് പിടിച്ച്, ടെന്നിസേട്ടൻ്റെയും കാല് പിടിച്ച് ഈ പാട്ട് റെക്കോർഡ് ചെയ്യണം. പാടി അത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പാടി. ജയന്തി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ജയന്തി ഡ്യുവറ്റ് പാടി, ഞാൻ അതിൻ്റെ കൂടെ പാടാൻ ശ്രമിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് ആദ്യത്തെ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ ടെന്നിസേട്ടനാണ് ആദ്യമായിട്ട് എൻ്റെ പാട്ട് ഏത് വർഷമായിരുന്നു അത്? 85. ആ സമയത്ത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ? അതെ. അവിടുന്ന് തുടങ്ങി എത്ര ഹിറ്റ് സോങ്സ് ചെയ്തു? നമ്മുടെ പ്രേക്ഷകർ കേൾക്കാനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഉണ്ണിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ ഒരു വർക്കും ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിക്കുകയാണ്, അയ്യപ്പൻ പാട്ടുകൾ ചെയ്യണം. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോകുന്നു. വയലാർ ശരത്തേട്ടനാണ് പാട്ട് എഴുതുന്നത്. അങ്ങനെ 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്യും. ആലാപ് സ്റ്റുഡിയോ ചേട്ടൻ്റെ ഒരു ക്ലാസിക് സ്റ്റുഡിയോ ആണ് ആ കാലത്തെ. ഫ്രാൻസിക്കും ഹെറാൾജിക്കും എല്ലാവർക്കും അവിടെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ ഡിവോഷണൽസ് ഒക്കെ പെരുമ്പാവൂർ സാറിനൂടെ പോകുമ്പോൾ ഒരു ദിവസം 9 പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ റെക്കോർഡ് ചെയ്തു. ഉണ്ണിച്ചേട്ടൻ വന്ന് പാട്ട് കേട്ടു. ഉണ്ണിച്ചേട്ടന് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു പനി വന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ ഐ വാസ് അഡ്മിറ്റഡ്. 2-3 ആഴ്ചയായിട്ടും പനി കുറയുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് പല ടെസ്റ്റ് ചെയ്തിട്ടും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ 22-23 ദിവസമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പനി കുറയാൻ തുടങ്ങി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസത്തെ ഹോസ്പിറ്റൽ ബില്ലുണ്ട്, അതൊരു വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദിവസം എൻ്റെ ഹോസ്പിറ്റൽ റൂമിലേക്ക് ഒരാൾ കടന്നു വന്നു, ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ അന്ന് അവിടെ വന്നിട്ട് കുട്ടൻ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ്. ആ സമയത്ത് ഉണ്ണിച്ചേട്ടൻ എനിക്കൊരു ചെക്ക് തന്നു. അന്നൊക്കെ ഏതൊരു മ്യൂസിക് ഡയറക്ടറിനും കിട്ടുന്നതിനേക്കാളും എത്രയോ കൂടുതലുള്ള ഒരു എമൗണ്ടിൻ്റെ ഒരു ചെക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ അന്ന് ആ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ പേ ചെയ്തത്, ജസ്റ്റ് ഡ്യൂ ടു ദിസ് മാൻ. അപ്പോൾ അതുകൊണ്ട് എന്നും അതിൻ്റെ കടപ്പാട് എനിക്ക് ഉണ്ണിച്ചേട്ടനോടുണ്ട്. സോ നൈസ്. ചെയ്തു വെച്ച പാട്ടുകളും അസാധ്യ പാട്ടുകളായിരുന്നു. സ്വാമി എൻ്റെ സ്വാമി എന്നുള്ള പാട്ടൊക്കെ അയ്യോ, ഞാനിപ്പോഴും അത് ഡിവോഷണൽ കോൺസേർട്ടിൽ പാടാറുണ്ട്. 10-9 പാട്ടുകളാണ് ചെയ്തത്, എല്ലാം സൂപ്പർ ഹിറ്റ്സാണ്. സ്വാമി നാമം, എന്തായിരുന്നു ആ ആൽബത്തിൻ്റെ പേര്? സ്വാമി സംഗീതം. സ്വാമി സംഗീതം.